ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനീസ് കിച്ചൺ മെമ്മറീസ്. പ്രമേഹമുള്ളവർക്കിതാ ഒരു മുന്നറിയിപ്പ്. പ്രമേഹമുള്ളവർക്ക് ചുട്ടുപൊള്ളുന്ന വേനൽ മറ്റുള്ളവരുടെ ശരീരത്തെക്കാൾ എളുപ്പത്തിലും വേഗത്തിലും നിർജ്ജലീകരണം സംഭവിക്കുന്നു. ഇത് പ്രമേഹമുള്ളവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും. ശരീരം തണുപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ട് രക്തക്കുഴലുകൾക്കും ഞരമ്പുകൾക്കും കേടുവരുത്തുകയും ചെയ്യുന്നു. കഠിനമായ ചൂട് പ്രമേഹമുള്ളവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉപയോഗത്തിൽ മാറ്റം വരുത്തുന്നു. ഇൻസുലിൻ്റെ അളവിൽ മാറ്റം വരുന്നതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയും ചെയ്യുന്നു. എന്നാൽ വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സുരക്ഷിതമായ പരിധിയിൽ നിലനിർത്തുന്നതിനും നിർജ്ജലീകരണം എന്ന അവസ്ഥയെ മറികടക്കുന്നതിനുമുള്ള ആരോഗ്യകരമായ നല്ലൊരു ഭക്ഷണരീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ പറയുന്ന ഭക്ഷണ രീതിയിലൂടെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുകയും കൂടാതെ വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹമുള്ളവർ ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. അന്നജമടങ്ങിയിട്ടില്ലാത്ത പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ബീൻസ്, കൊഴുപ്പ് കുറഞ്ഞ പാൽ, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പാലുൽപ്പന്നങ്ങൾ എന്നിവ കഴിക്കാവുന്നതാണ്. ശുദ്ധീകരിച്ച പഞ്ചസാരയും മൈദയും ഒഴിവാക്കണം. ഡയറ്റിൽ നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ചേർക്കുക. ദഹനസമയവും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ആഗിരണ സമയവും വർദ്ധിപ്പിച്ച് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ നാരുകൾ സഹായിക്കുന്നു. ഇലക്കറികൾ, മറ്റു പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പരിപ്പ് പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ ഉയർന്ന അളവിൽ ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിരിക്കുന്നു. പ്രമേഹമുള്ളവർ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുക. പഴങ്ങൾ. ചൂടുള്ള കാലാവസ്ഥയിൽ ദാഹം ശമിപ്പിക്കുന്നതിനും ഉന്മേഷം ലഭിക്കുന്നതിനും പഴങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, നല്ല പോഷകാംശങ്ങൾ ലഭിക്കുന്നതിനും പഴങ്ങൾ കഴിക്കുന്നത് വളരെ പ്രയോജനകരം തന്നെ. തണ്ണിമത്തൻ, ശമാംപഴം, ആപ്പിൾ, തക്കാളി, കുക്കുംബർ, ഓറഞ്ച്, ലെമൺ എന്നിവയുൾപ്പെടെയുള്ള വേനൽക്കാല പഴങ്ങളിലും നേരത്തെ പറഞ്ഞ പച്ചക്കറികളിലും നാരുകൾ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ലൈക്കോപ്പീൻ, ആന്തോസിയാനിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഈ പഴങ്ങളും പച്ചക്കറികളും പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് പുറമെ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നൽകുന്നതിനും സഹായിക്കുന്നു. തണ്ണിമത്തൻ, വെള്ളരി എന്നിവയിൽ 90% ജലാംശമാണുള്ളത്. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്കും ഈ പറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പഴങ്ങൾ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കരുത്. ഇടനേരങ്ങളിൽ നിശ്ചിത അളവിൽ മാത്രം കഴിക്കണം. പ്രമേഹമുള്ളവർക്കും മാമ്പഴം കഴിക്കാവുന്നതാണ്. മാമ്പഴം കഴിക്കുന്നവർ നിശ്ചിത അളവിൽ മാത്രം മാമ്പഴം കഴിക്കുക. പ്രമേഹമുള്ളവർ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കുന്നതിന് ചപ്പാത്തിയും അരിയും ഉപയോഗിക്കുന്നത് കുറച്ച് പകരം പയർവർഗ്ഗങ്ങൾ, ചെറുപയർ, കടല, ബീൻസ്, പനീർ, മുട്ട, മത്സ്യം എന്നീ പ്രോട്ടീൻ ധാരാളമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. റാഗി, ബജ്ര, ചോളം എന്നിവയും കഴിക്കാവുന്നതാണ്. ഒരേ സമയം കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഉദാഹരണമായി, ഉച്ചഭക്ഷണത്തിന് മൾട്ടിഗ്രെയിൻ ചപ്പാത്തിയിൽ കുരുമുളക് ചേർത്ത ചെറുപയർ ഫിൽ ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ കൂടെ പാലക് പനീർ, അല്പം കൊഴുപ്പ് കുറഞ്ഞ തൈര്, കുക്കുംബർ സാലഡ് എന്നിവ കഴിക്കാവുന്നതാണ്. ഇടനേരങ്ങളിൽ സാൻഡ്വിച്ചോ ഫ്രൂട്ടോ കഴിക്കാവുന്നതാണ്. മൈക്രോഗ്രീനുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ സാലഡുകളും കറികളും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ രീതി പ്രമേഹമുള്ളവർക്ക് വേനൽക്കാലത്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും അതിനോടൊപ്പം ശരീരത്തെ നിർജ്ജലീകരണം എന്ന അവസ്ഥയിൽ നിന്ന് തടയുന്നതിനും സാധിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് സിനീസ് കിച്ചൺ മെമ്മറീസ്.